നമസ്കാരം, ഞാൻ അശോക് നാരായൺ. നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി 100% ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എത്രമാത്രം മാറും. കാര്യങ്ങൾ വളരെ വേഗം പഠിച്ചെടുക്കാൻ, ഒരിക്കൽ വായിച്ചത് അതുപോലെ തന്നെ ഓർമ്മയിൽ നിലനിർത്താൻ, മണിക്കൂറുകളോളം ഒരു ക്ഷീണവുമില്ലാതെ പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി നിലനിൽക്കാൻ ഒരു മാന്ത്രിക ഗുളിക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? സിലിക്കൺ വാലിയിലെ ടെക് വിദഗ്ധരും വലിയ ബിസിനസ്സുകാരും ഇന്ന് ഈ വിധത്തിലുള്ള മരുന്നുകൾക്ക് പിന്നാലെയാണ്. ഈ വിധത്തിലുള്ള മരുന്നുകളെ നമ്മൾ ന്യൂട്രോപ്പിക്സ് എന്ന് വിളിക്കും. പക്ഷേ ഈ കെമിക്കൽ ഗുളികകൾക്ക് വളരെ വലിയ ഒരു അപകടമുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ളൊരു ഉത്തേജനം മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ നിരവധിയാണ്. ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം വരുന്നത്. പുറത്തു നിന്നുള്ള യാതൊരുവിധ കെമിക്കലുകളുടെയും സഹായമില്ലാതെ നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സിനെ തന്നെ ഒരു സ്മാർട്ട് ഡ്രഗായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലോ? ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആധുനിക മനഃശാസ്ത്രം അംഗീകരിച്ച ഏറ്റവും മികച്ച പ്രകൃതിദത്ത ന്യൂട്രോപ്പിക്കായ ഹിപ്നോസിസിനെ കുറിച്ചാണ്. സാധാരണ ന്യൂട്രോപ്പിക് മരുന്നുകൾ തലച്ചോറിലെ ഡോപ്പമൈൻ, നോറെപിനെഫ്രിൻ തുടങ്ങിയ കെമിക്കലുകളുടെ അളവുകൾ കൃത്രിമമായിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹിപ്നോസിസ് പ്രവർത്തിക്കുന്നത് തികച്ചും വ്യത്യസ്തവും ശാസ്ത്രീയവുമായിട്ടുള്ള തലത്തിലാണ്. അത് തലച്ചോറിൻ്റെ തരംഗങ്ങളെ, അതായത് ബ്രെയിൻ വേവ്സിനെ നേരിട്ട് നിയന്ത്രിക്കും. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഒക്കെ തലച്ചോറ് ബീറ്റാ സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ പലപ്പോഴും സ്ട്രെസ് ലെവല് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മനസ്സ് ആൽഫ സ്റ്റേറ്റിലേക്കും അതിലും ആഴത്തിലുള്ള ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് എത്തുമ്പോൾ തീറ്റ സ്റ്റേറ്റിലേക്കും മാറും. ഈ തീറ്റ സ്റ്റേറ്റിനെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്നത് സൂപ്പർ ലേണിംഗ് സ്റ്റേറ്റ് എന്നാണ്. ഈ അവസ്ഥയിൽ തലച്ചോറിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും. അതായത് പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും തലച്ചോറിന് ഏറ്റവും എളുപ്പമുള്ള സമയം. എന്തുകൊണ്ടാണ് സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷനുകളൊക്കെ പലരിലും ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യാത്തത്? അതിന് കാരണം നമ്മുടെ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും ഇടയിലെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു കാവൽക്കാരനുണ്ട്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ പലപ്പോഴും തടഞ്ഞു നിർത്തുന്നത് ഈ കാവൽക്കാരനാണ്. ഹിപ്നോസിസിലൂടെ നമ്മൾ ഈ കാവൽക്കാരനെ ഒരു മയക്കത്തിലേക്ക് നയിക്കും. ഇവിടെ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ള എൻ്റെ പുസ്തകത്തിൽ ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം പ്രസക്തമാവുന്നത്, ഹിപ്നോട്ടിക് അവസ്ഥയിൽ മനസ്സിനെ എത്തിച്ചാൽ മാത്രം പോരാ, പിന്നെയോ അവിടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അഥവാ സജഷനുകൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളവയായിരിക്കണം. ഉദാഹരണത്തിന് ഒരു വ്യക്തി സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഉത്കണ്ഠയെ മാറ്റാൻ വെറുതെ എനിക്ക് പേടിയില്ല എന്ന് പറയുന്നതിന് പകരം അവിടെ സജഷൻ ബിൽഡിങ്ങിൻ്റെ ശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ പുതിയ ഒരു പാറ്റേൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് മൈക്ക് കയ്യിലെടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ തണുപ്പ് എൻ്റെ ഉള്ളിലേക്ക് വളരെ വലിയ ഒരു ആത്മവിശ്വാസമായി മാറുന്നു എന്നുള്ള വിധത്തിൽ, അല്ലെങ്കിൽ ഓഡിയൻസിനെ കാണുമ്പോൾ സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്യുവാനുള്ള എൻ്റെ ആവേശം 10 മടങ്ങ് വർദ്ധിക്കുവാൻ തുടങ്ങിയ കൃത്യമായിട്ടുള്ള പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് ഉപബോധ മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്യും. ഇത് ഒരു സോഫ്റ്റ്വെയർ കോഡ് പോലെ അവിടെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഏകാഗ്രത നഷ്ടപ്പെടുന്നത് ഒരു വലിയ പ്രശ്നമാണ് പലർക്കും. ഇവിടെ സൈക്കോളജിക്കൽ ന്യൂട്രോപ്പിക്കായിട്ട് ഹിപ്നോസിസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രായോഗിക രീതിയാണ് ആങ്കറിങ്. ഹിപ്നോട്ടിക് ട്രാൻസിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ആ ഒരു പഴയ സമയത്തെ അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കുകയും ആ ഒരു ഫീലിംഗ് അതിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയും ആ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത്
നമ്മുടെ വിരലുകൾ തമ്മിൽ പിടിച്ചു ചേർത്ത്, ഉദാഹരണത്തിന് ഒരു തള്ളവിരലും ചൂണ്ടുവിരലുമാണെന്നിരിക്കട്ടെ, ഒരു ഫിസിക്കൽ ആങ്കർ നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യും. കണ്ടോ, ഏകദേശം ഇങ്ങനെ നമ്മൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. പിന്നീട് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ന്യൂട്രോപ്പിക് ഗുളികയുടെ ഫലം വേണ്ടത്, അതായത് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഒരു 10 മടങ്ങ് വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അപ്പോൾ സാവധാനമൊന്ന് കണ്ണടച്ച് ശ്വാസമെടുത്തുകൊണ്ട് ഈ വിരലുകളെ മെല്ലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് ആ തീറ്റ സ്റ്റേറ്റിലേക്കും ആ ഫോക്കസിലേക്കും മടങ്ങിപ്പോകും. ഇതിനെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കണ്ടീഷൻഡ് റെസ്പോൺസ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാവുന്ന ഒരു ചെറിയ സൂത്രം ഞാൻ പറഞ്ഞുതരാം. ഐസൊലേഷൻ. ഒന്ന്, ആദ്യം ഒരു വിധത്തിലുള്ള ശല്യവുമില്ലാത്ത ഒരു മുറിയിൽ സുഖമായിട്ടിരിക്കണം. എന്നിട്ട് ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ട് കണ്ണുകൾ ഒന്ന് അടയ്ക്കുക. ഒരല്പം ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിട്ട് നിങ്ങളുടെ കാലിൻ്റെ തള്ളവിരലുകൾ മുതൽ മൂർധാവ് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഓരോ പേശികളും മനസ്സുകൊണ്ട് കണ്ട് ഒന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടി മനസ്സിൽ നിർദ്ദേശം കൊടുക്കുക. ശ്രദ്ധിക്കണം, ശ്രദ്ധ ശ്വാസത്തിൽ മാത്രം. മനസ്സ് പൂർണ്ണമായിട്ടുള്ള ഒരു ശാന്തതയിലെത്തുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള പോസ്റ്റ് ഹിപ്നോട്ടിക് നിർദ്ദേശങ്ങൾ നൽകാം. അതായത് നിങ്ങളുടെ മാറ്റത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഉദാഹരണത്തിന്, ഇനി മുതൽ ഞാൻ വായിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി എൻ്റെ മനസ്സിൽ പതിയും എന്ന് ആവർത്തിച്ച് നിർദ്ദേശം കൊടുക്കുക. പല പ്രാവശ്യം നിർദ്ദേശം കൊടുക്കുക. ഇനി മുതൽ ഞാൻ വായിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി എൻ്റെ മനസ്സിൽ പതിയും. ഉചിതമായ സമയത്ത് കൃത്യമായി അവ ഓർത്തെടുക്കുവാനും എനിക്ക് സാധിക്കും. സ്റ്റുഡൻസിനൊക്കെ വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സജഷനാണിത്. ഇത് ദിവസവും ഒരു 15 മിനിറ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കെമിക്കൽ ന്യൂട്രോപിക്സിനേക്കാൾ കൂടുതൽ ഫലം നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫാർമസിയാണ്. അതിനാവശ്യമുള്ള ഏത് കെമിക്കലും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അതിന് തന്നെയുണ്ട്. അതിനുള്ള ശരിയായിട്ടുള്ള താക്കോലാണ് ഹിപ്നോസിസ്. അത് കൃത്യമായ വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള കഴിവുകളെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. സജഷൻ ബിൽഡിങ്ങിനെക്കുറിച്ചും ഹിപ്നോസിസിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ആധികാരികമായിട്ട്, ശാസ്ത്രീയമായിട്ട്, വളരെ ലളിതമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിൽ ഹിപ്നോസിസ് പഠിക്കാനും പരിശീലിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.